ഇപ്പൊ എന്താണോ താങ്കൾക്ക് ഫീൽ ചെയ്തത് അതേ ഫീലിംഗ് ആണ് എനിക്ക് എപ്പോഴും ഉണ്ടായത്. ആ കുന്തം കൊണ്ട് കുത്തി എപ്പോഴും ഉണ്ടായത്. മനസ്സിലായോ? എന്ന് പറഞ്ഞതുപോലെ ആത്മീയത എന്ന് പറയുന്നത് നമുക്കൊരു പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു വസ്തുതയല്ല. ഇത് ഓരോ വ്യക്തികളും അനുഭവിച്ചറിയേണ്ട ഒരു വസ്തുതയാണ് ആത്മീയത. ഈ ആത്മാവ് ശരീരത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിനകത്ത് വെച്ചിട്ട് 3 ഡിവൈഡ് ചെയ്യും. ഇതാണ് ആത്മീയ ശാസ്ത്രം പറയുന്നത്. സർ, എന്താണ് ആത്മീയത? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്നൊരു വസ്തുതയാണ് ആത്മീയത. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള മേഖലയാണ് ആത്മീയത. അപ്പോൾ എന്താണ് ആത്മീയത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് കണക്റ്റഡ് വിത്ത് യുവർ ആത്മ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്കുള്ള എന്തോ ഒരു വസ്തുതയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു പാതയെ നമുക്ക് ആത്മീയത എന്ന് വിളിക്കാം. അപ്പോൾ 2 വേർഡുകളാണ് ആത്മീയത എന്ന് പറയുമ്പോൾ. ആത്മീയത പ്ലസ് ഭൗതികത ഇല്ലേ? നമ്മളതിനെ ഭൗതികത എന്ന് പറയുമ്പോൾ നമ്മളതിനെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഭൗതികതയിൽ ഉൾപ്പെടുത്താം. ആത്മീയത എന്ന് പറയുന്ന സമയത്ത് നമുക്കതൊരു ടച്ച് ചെയ്ത് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ആത്മീയത അത്തരത്തിലുള്ളൊരു വിഷയമാണ്. പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. നമ്മളൊരു നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ കീഴടക്കിയ മഹാപ്രതിഭയാണ്. പക്ഷേ അദ്ദേഹത്തെ ഒരു പ്രാവശ്യം ശത്രുക്കൾ ആക്രമിച്ചു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ആയുധം കൊടുത്ത് ഓടി. കാരണം നമ്മൾ ചില സിറ്റുവേഷനിൽ വേദാന്തം പ്രസംഗിക്കുന്നതിനേക്കാൾ ബെറ്റർ എന്താ? അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതാണ്. അദ്ദേഹം ഓടി രക്ഷപ്പെട്ടിട്ട് മലകളും കുന്നുകളും കടന്ന് ഓടുന്ന സമയത്ത് ഭടന്മാർ പുറകെ കടന്ന് ഓടുകയാണ്. ഒടുവിലൊരു ആപ്പിൾ കച്ചവടക്കാരൻ ആപ്പിൾ കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് അയാൾ എത്തിപ്പെട്ടു. അപ്പോൾ ഇത് നെപ്പോളിയനാണെന്ന് ആപ്പിൾ കച്ചവടക്കാരന് പിടി കിട്ടി. അപ്പോൾ നെപ്പോളിയൻ പറഞ്ഞു, എനിക്ക് ഒളിക്കാൻ വേണ്ടി ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞു. ആപ്പിളുകളൊക്കെ നിറച്ചു വെച്ച ഈ ചാക്ക് കെട്ടുകൾക്കിടയിലേക്ക് ഇദ്ദേഹം നെപ്പോളിയനെ ഒളിപ്പിച്ചു. ശ്വാസം അടക്കി പിടിച്ചിരിക്കുമ്പം ശത്രുക്കൾ വന്നു. അപ്പോൾ ഈ ആപ്പിൾ കച്ചവടക്കാരനോട് ചോദിച്ചു, നെപ്പോളിയൻ ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ വഴിതെറ്റിക്കാൻ പറഞ്ഞതാ, ദാണ്ടെ ആ വഴിയിലേക്ക് ഓടുന്ന കണ്ടു എന്ന് പറഞ്ഞു. ഭടന്മാർ അങ്ങോട്ടേക്ക് പോയപ്പോൾ കൂട്ടത്തിൽ ഒരു ഭടന് സംശയമായി, ഇവിടെ എവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന്. അദ്ദേഹം വലിയ കുന്തെടുത്ത് വന്നിട്ട് കുത്തി നോക്കാൻ തുടങ്ങി. ഈ ഓരോ ചാക്കിൻ്റെ ഇടയിലേക്കും കുത്തി വന്നപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് നെപ്പോളിയൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ കൂടി കടന്നുപോയി ഈ ശൂലം. അതായത് ജീവനും മരണത്തിനിടയിൽ കൂടി ഇദ്ദേഹം കടന്നുപോയി. ശ്വാസം അടക്കി നിന്നു. ഇല്ലയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ പടയാളികളൊക്കെ പോയി. തിരിച്ച് പുറത്തിറങ്ങി വന്നപ്പോൾ ഈ ആപ്പിൾ കച്ചവടക്കാരൻ ചോദിച്ചു, അങ്ങേക്ക് എന്താണ് ഈ ചാക്കിൻ്റെ ഉള്ളിലിരുന്നിട്ട് കുന്തം കൊണ്ട് കുത്തി നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് ചോദിച്ചു. നെപ്പോളിയന് ദേഷ്യം വന്നു. കാരണം ഒരു സാധാരണ ഒരു ആപ്പിൾ കച്ചവടക്കാരൻ ചോദിക്കേണ്ട ചോദ്യമാണോ ഇത്? നെപ്പോളിയൻ്റെ മുഖഭാവം മാറി. ഇയാളെ പിടിച്ച് പൊക്കി ഒരു മരത്തിൽ കൊണ്ടുപോയി കെട്ടി. അപ്പോൾ പറഞ്ഞു, എന്നെ കൊല്ലരുതേന്ന് പറഞ്ഞു. ഒന്നും വേണ്ടിയില്ല, അമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ച് കെട്ടിയിട്ട് അയാൾക്ക് നേരെ ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിക്കുകയാണ്. അങ്ങനെ അയാൾക്ക് ഷൂട്ട് ചെയ്ത് പിടിക്കുകയാണ്. അയാൾ കരയാണ്, എന്നെ കൊല്ലരുതേ എന്ന് പറഞ്ഞ്. അടുത്ത സെക്കൻഡിൽ നെപ്പോളിയൻ എന്ത് ചെയ്തു? അയാളെ കെട്ടഴിച്ചു വിട്ട് അയാളുടെ അസ്ത്രമൊക്കെ താഴെ വെച്ചിട്ട് ചോദിച്ചു, ഇപ്പോൾ താങ്കൾക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് ചോദിച്ചു. ഓക്കെ, ഇപ്പോൾ എന്താണോ താങ്കൾക്ക് ഫീൽ ചെയ്തത് അതേ ഫീലിംഗ് ആണ് എനിക്ക് എപ്പോഴും ഉണ്ടായത്. ആ കുന്തം കൊണ്ട് കുത്തി എപ്പോഴും ഉണ്ടായത്. മനസ്സിലായോ? എന്ന് പറഞ്ഞതുപോലെ ആത്മീയത എന്ന് പറയുന്നത് നമുക്കൊരു പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു വസ്തുതയല്ല. ഇത് ഓരോ വ്യക്തികളും അനുഭവിച്ചറിയേണ്ട ഒരു വസ്തുതയാണ് ആത്മീയത. എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, നമ്മളൊക്കെ ഭൗതികതയ്ക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രാധാന്യം ചെയ്യുന്നത് അല്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ബിസിനസ് ഏതാന്ന് ചോദിച്ചാൽ പറയും, ഏതാണ്? ആത്മീയതയല്ലേ? അല്ല, ലോകത്ത് ബിസിനസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കോസ്മെറ്റിക്സ് ആണ്. രണ്ടാമത് മെഡിസിൻ. എന്തുകൊണ്ടാണ് കോസ്മെറ്റിക്സ് ഇത്രയും ഭംഗി കൂട്ടാൻ ആൾക്കാർ? അതായത് ഭൗതികതയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ? നമ്മുടെ ഫിഗർ മാറ്റാൻ വേണ്ടിയിട്ടും നമ്മൾ ടോട്ടലി ഉപയോഗിക്കുന്ന ഭൗതികതയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ. അതിനുശേഷമേ മെഡിസിൻ ഉള്ളൂ, പിന്നെ ആത്മീയത വരുന്നുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആത്മീയതയ്ക്ക് ആളുകൾ ചെലവാക്കുന്നുണ്ട്, പക്ഷേ അതിൽ കൂടുതൽ കോസ്മെറ്റിക്സിന് ചെലവാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ലോകം ഏതിന്റെ കൂടെ പോകുന്നത്? ഭൗതികതയിൽ കൂടെയാണ്. ഒരു പക്ഷേ ആത്മീയതയെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്, ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഒരു 50 വയസ്സൊക്കെ ആയി, ഇനിയിപ്പോൾ ഒരു 54-55 റിട്ടയർമെന്റിന് ശേഷം എന്ത് ചെയ്യാം? ആത്മീയതയിലേക്ക് പോവാം ഇല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭഗവത്ഗീത നോക്കിയാൽ അറിയാം, ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ എത്രയോ വയസ്സന്മാരുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇല്ലേ? എത്രയോ മഹാന്മാരായ വയസ്സായ ആളുകൾ ഉണ്ടായിരുന്നിട്ടും ഭഗവാൻ ഗീത ഉപദേശിച്ചു കൊടുത്ത ആർക്കാ? ഏറ്റവും ചെറുപ്പക്കാരനാണ് അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ആത്മീയത എപ്പോഴാ
ഉണ്ടാവേണ്ടത്. ചെറുതിലേ ആത്മീയത ഉണ്ടാവണം. ചെറുതിലുണ്ടായാലും മാത്രമേ നമുക്കിത് ആചരിക്കാൻ പറ്റുള്ളൂ. വയസ്സാകുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് മുരടിക്കും, അല്ലേ? അതെ. അപ്പോൾ ആ സമയത്ത് ആ നല്ല സമയത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യം നമുക്ക് എങ്ങനെയാണ് 52-ാമത്തെയും 58-ാമത്തെയും വയസ്സിൽ ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ ഹോർമോൺ അനുവദിക്കുമോ? ഇല്ല. നിങ്ങളുടെ കാൽഷ്യം ഡെഫിഷ്യൻസി അനുവദിക്കുമോ? ഇല്ല. നിങ്ങളുടെ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി അനുവദിക്കില്ല, ഇല്ല. ഇല്ലേ? അപ്പോൾ ആത്മീയത പരിശീലിക്കേണ്ടത് ഓരോ വ്യക്തികളും എപ്പോഴാണ്? ചെറുതിലെയാണ്. ചെറുതിലേ പരിശീലിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെയാണ്. കാരണം അവർ എത്രയോ സുഹൃത്തുക്കൾ എനിക്കുണ്ട്, നല്ലവരായ സുഹൃത്തുക്കൾ. എത്ര ചെറുപ്പം മുതലാണ് അവരുടെ ആത്മീയ ശൈലിയിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. ക്രിസ്ത്യൻസും സൺഡേ സ്കൂൾ സൺഡേസ് ചെയ്യുന്നുണ്ട്, സൺഡേസ് ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യൻസും ചെയ്യുന്നുണ്ട്. പണ്ട് ഹിന്ദു മതത്തിലും ഈ സൺഡേ ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴില്ല. ചെറുതായിരുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒരു സൺഡേസിലൊക്കെ ഇതുപോലെ ഭഗവത്ഗീത ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിലേക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ ആ സമയത്തോട്ട് നമ്മൾ പഠിച്ചു തുടങ്ങണം. ഇപ്പൊ നമ്മളൊക്കെ സ്കൂൾ ഓഫ് സ്പിരിച്വൽ സയൻസ് റിസർച്ച് ആൻഡ് ലേണിംഗ് സെന്റർ എന്ന് പറഞ്ഞ സ്ഥാപനം, ഞാൻ ഗീതാ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഓൺലൈൻ ക്ലാസ്സുകളാണ്, ഗൂഗിൾ മീറ്റ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പോലും വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഗീതാ ക്ലാസ്സിൽ പങ്കെടുക്കുള്ളൂ. ഞാൻ എത്രയോ അഡ്വർടൈസ്മെന്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ഫ്രീ ആയിട്ടാണ്, ഇതിൽ ഒരു പൈസ ഒരു ദക്ഷിണ പോലും തരണ്ട, നിങ്ങൾ ഗീത പഠിക്കുക. കാരണം ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വേദങ്ങളും ഒരു പശുവായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ആ പശുവിനെ കറന്നെടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പാലാണെന്ത്? ഗീത. അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. 18 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരായി? വേദം പഠിച്ചവനായി. അതിനുള്ള ഉദ്യമം തുടങ്ങിയിട്ട് പോലും ആളുകൾ എന്ത് ചെയ്യുന്നില്ല? ഫ്രീ ആയിട്ടുള്ള ക്ലാസ് പോലും വരുന്നില്ല. ഫ്രീ ആയിട്ട് ആർക്ക് എന്ത് കൊടുത്താലും സ്വീകരിക്കില്ല. കാര്യം ഒന്നുകിൽ അത് ഫേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, അതിലെന്തെങ്കിലും കൊടുക്കുന്ന സങ്കല്പമായിരിക്കും. അതെപ്പോഴും അങ്ങനെയായിരിക്കും. വാട്ടെവർ, എന്തായാലും നമ്മുടെ ഉദ്ദേശം പ്യുവർ ആയിരുന്നു, നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ സംബന്ധിക്കുന്നത് അല്ലെങ്കിൽ ആത്മാവിന്റെ ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്ന പ്രക്രിയ, അതാണ് ആത്മീയത. അപ്പോൾ ആത്മീയത എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് എന്താണ്? നമ്മൾ ഡെയിലി അമ്പലത്തിൽ പോയാൽ അത് ആത്മീയതയായി, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ദൈവത്തിന് വല്ലതും ഓഫർ ചെയ്താൽ ആത്മീയതയായി, ഇല്ലേ? അതല്ല ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സാധാരണ രീതിയിൽ പറയും, ഒരു ശരീരം, ആ ശരീരത്തിനകത്തേക്ക് ഒരാത്മാവ് പ്രവേശിച്ച് കഴിയുമ്പോഴാണ് അതിന് ജീവൻ ലഭിക്കുന്നത്. ആ അണ്ടാവസ്ഥയിൽ ബീജവും കൂടി ചേരുന്ന സമയത്ത് ഒരു സോൾ അതിൻ്റെ അകത്ത് കയറുന്നു, അതിന് ജീവൻ ലഭിക്കുന്നു, ഇല്ലേ? ഈ ആത്മാവ് ശരീരത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിനകത്ത് വെച്ചിട്ട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇതാണ് ആത്മീയശാസ്ത്രം പറയുന്നത്. അതിലൊന്നാണ് മനസ്സ്. ആത്മാവാണ് മനസ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തതിനെ ബുദ്ധി എന്ന് വിളിക്കും, മൂന്നാമത്തതിനെ ചിത്തം എന്ന് വിളിക്കും. ഇങ്ങനെ 3 ഘടകങ്ങളായിട്ട് ആത്മാവ് ഡിവൈഡ് ചെയ്യും. അതിൽ മനസ്സെന്ന് പറയുന്നതിൻ്റെ പണി എന്താണെന്നറിയാവോ? അല്ല, മനസ്സിൻ്റെ പണി സങ്കല്പ വികല്പങ്ങളെ ഉണ്ടാക്കലാണ്. എന്ത് പറയുമ്പോഴും അതിൻ്റെ സങ്കല്പം ക്രിയേറ്റ് ചെയ്യുന്ന മനസ്സാണ്. ഇപ്പോൾ ഞാനൊരു ഇന്റർവ്യൂവിന് വരുന്നു എന്ന് പറഞ്ഞ സമയത്ത്, ABC ചാനൽ എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിലൊരു സങ്കല്പം വന്നു. അതേസമയം വികല്പവും വരും. കാരണം ഇവർ ഇനി എന്ത് ക്വസ്റ്റിനാണ് ചോദിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് ഇതുപോലത്തെ ആളുകളൊക്കെ ഉണ്ട്, ശബരിമലയിൽ കയറുന്ന ചോദ്യമൊക്കെ ചോദിച്ചാൽ എന്നെ കുഴപ്പമോ, ഇത് വികല്പമാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളൊരു സങ്കല്പവും വികല്പവും ക്രിയേറ്റ് ചെയ്യാണ് ആരുടെ പണി? മനസ്സിൻ്റെ പണി. ബുദ്ധിയുടെ പണി എന്താ? ഇതേ ഊർജ്ജമാണ് ബുദ്ധിയായിട്ട് മാറുന്നത്. ബുദ്ധിയുടെ പണി സങ്കല്പ വികല്പങ്ങൾ ചെയ്യുന്നതിൽ ഒന്നിനെ ചൂസ് ചെയ്യലാണ് ബുദ്ധിയുടെ പണി. അപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് ചോദിച്ചു, ഞാൻ ഈ ഇന്റർവ്യൂവിന് പോകണോ പോകണ്ടയോ? മനസ്സ് സങ്കല്പം വികല്പം ചെയ്തു. ഉടനെ ബുദ്ധി എന്നോട് പറഞ്ഞു പോകണം. കാരണം ഒന്നുമില്ലെങ്കിൽ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ആത്മീയതയെക്കുറിച്ചാണ്, നമ്മുടെ ഇഷ്ട സബ്ജക്റ്റാണ്, ഇത്രയും വ്യൂവേഴ്സ് ഉള്ള ചാനലിൽ കൂടി ഇതൊക്കെ ആളുകൾ കാണട്ടെ എന്ന ഒരൊറ്റ സങ്കല്പത്തിൻ്റെ പുറത്താണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പം എൻ്റെ ബുദ്ധി എന്നോട് പറഞ്ഞു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നു, ഇല്ലേ? ചിത്തത്തിൻ്റെ പണി എന്താ? മനസ്സും ബുദ്ധിയും കൂടി കളിക്കുന്ന കളികളുണ്ടല്ലോ, ഇതിൻ്റെ എല്ലാം സംസ്കാരത്തിനെ ശേഖരിച്ച് വെക്കലാണ് ആരുടെ പണി? ചിത്തത്തിൻ്റെ പണി. ഓക്കെ. അപ്പോൾ നമ്മളൊരു ഫുട്ബോൾ ഗ്രൗണ്ടായിട്ട് സങ്കല്പിക്കുക നമ്മുടെ മനസ്സിനെ. ആ ഫുട്ബോൾ ഗ്രൗണ്ടിൽ 2 ശക്തരായ കളിക്കാരാണ് ഉള്ളത്. ആരൊക്കെയാ? 1 ബുദ്ധിയും, 2 സംസ്കാരവും, ചിത്തവും. സംസ്കാരമല്ലേ അതിൻ്റെ അകത്തുള്ളത്. ഇവർ 2 പേരും കളിക്കാൻ തുടങ്ങും മനസ്സെന്ന ഗ്രൗണ്ടിൽ. എപ്പോഴും ആരേ വിജയിക്കുള്ളൂ? സംസ്കാരം. മനസ്സിലായിട്ടില്ല? ഒന്നും കൂടെ പറയൂ. നമ്മുടെ മനസ്സിന്റെ പണി സങ്കല്പ വികല്പങ്ങൾ ഉണ്ടാക്കലാണ്. ബുദ്ധിയുടെ പണി സങ്കല്പ വികല്പങ്ങളിൽ ഒന്നിനെ ചൂസ് ചെയ്യലാണ്. ചിത്തത്തിന്റെ പണി മനസ്സും ബുദ്ധിയും കൂടി കാണിക്കുന്ന എല്ലാ പണികളുടെയും സംസ്കാരത്തിനെ അതേപടി ശേഖരിച്ചു വെക്കലാണ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോൾ ഇത്രയും പ്രായം കൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു സംസ്കാരം ഉണ്ടായി കഴിഞ്ഞു ചിത്തത്തിന്റെ അകത്ത്, ആണല്ലോ. ഈ സംസ്കാരവും ബുദ്ധിയും കൂടി മത്സരിക്കും മനസ്സെന്ന ഗ്രൗണ്ടിൽ. സംസ്കാരമേ വിജയിക്കുള്ളൂ, ഇല്ലേ? എത്ര റോഡിൽ കൂടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും തെറി വിളിക്കണ്ടെന്ന് വിചാരിച്ചാലും സംസ്കാരം എന്തായി? ഇപ്പോൾ തെറി വിളിക്കോ ഇല്ലയോ?
തെറി വിളിക്കും ഉള്ളിൽ എന്താണോ ഉള്ളത് അത് പുറത്തേക്ക് വരും ഇല്ലേ? അതിനെന്ത് ചെയ്യണം? അപ്പൊ ഈ തെറിവിളി നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ബുദ്ധി ശക്തി കൂട്ടണം വേണല്ലോ. അതെ. ബുദ്ധിക്ക് ശക്തി കൂട്ടുന്ന പ്രക്രിയയാണ് എന്ത്? ആത്മീയത. പിടികിട്ടുന്നുണ്ടോ? മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഓക്കെ. ജ്യോതിഷ പണ്ഡിതനും സ്പിരിച്വൽ ട്രെയിനറുമായ ഡോക്ടർ തുഷാറിനെ ജ്യോതിഷ സംബന്ധമായും ആത്മീയപരമായുമുള്ള പ്രശ്ന പരിഹാരങ്ങൾക്കായി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുവാൻ ഒരു ഹായ് അയയ്ക്കുക. ഡോക്ടർ തുഷാറിനെ ABC ജ്യോതിഷത്തിലൂടെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.